ഈ രോഗമുള്ളവരെ ബോധവൽക്കരിക്കുന്നത്. അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അതുകൊണ്ട് പിന്നെ ചരിത്രത്തിൽ ഒരു സംഭവം, ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു തആല അൻഹുവും പിന്നെ ഈ സദക്കയുടെ ഒട്ടകങ്ങളുണ്ടല്ലോ, ജനങ്ങൾക്ക് വീതിക്കാനുള്ള ഒട്ടകങ്ങളാണ്. ആ ഒട്ടകങ്ങളെ പിന്നെ പിന്നെ ഒരുമിച്ച് കൂട്ടിയ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്, അത് എണ്ണാനും അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും. അപ്പോൾ പിന്നെ അബൂബക്കർ റളിയല്ലാഹു പറയുന്നത് അദ്ദേഹം ഖലീഫയാണ്, ഉമർ മാത്രം കിടന്നാൽ മതി, അവിടേക്ക് വേറെ ആരും കിടക്കരുത്, കാരണം അവർക്കിത് നോക്കാനാണ്. പിന്നെ പുറത്തെ ആളുകൾ ഒന്നായിട്ട് വന്ന് നിൽക്കുകയാണ്, ഗ്രാമീണരൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കിത് വീതിക്കണം, അതിനാണ്. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് കയറുകയാണ്. അപ്പോൾ ആരും കയറരുത് എന്ന് പറഞ്ഞു, ഉമർ കയറിയാൽ മതി എന്ന് പറഞ്ഞു, മനസ്സിലല്ലേ? അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു കയറി, ഉമറും കയറി. അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ മൂന്നാമതൊരാൾ കൂടി, ഒരു ആറാബിയുണ്ട്. ഈ ആറാബികൾക്കുണ്ടല്ലോ, അറബികൾ അറിയില്ല, ഗ്രാമീണ അറബികളാണ്, അവർക്ക് ഇങ്ങനെ ഒരു പിന്നെ വേണ്ടത്ര ഇതുണ്ടാവില്ല. അപ്പോൾ ഇയാളും കയറിയിരിക്കണം അതിൻ്റെ ഇടയിൽ കൂടി. അപ്പോൾ ഈ ഒട്ടകങ്ങളൊക്കെ വിധിച്ചു കൊടുക്കും. അപ്പം ഇയാൾക്ക് ബാഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ കയറിയത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അയാളെ ഒരു അടി അടിക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ അവിടെ നിൽക്കുക, ഇയാളെങ്ങനെ കയറുക പറഞ്ഞാൽ കേട്ടില്ല, ഒരു അടി അടിച്ചു. പക്ഷേ ചരിത്രത്തിൽ കാണാം അബൂബക്കർ റളിയല്ലാഹു അടിച്ച ഉടനെ തന്നെ ഈ ആയത്ത് ഓർത്തുന്നതാണ്, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അല്ല, ആ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ പ്രതിക്രിയേണ്ട ദിവസമാണ്, മനസ്സിലല്ലേ? അപ്പോൾ ഉടനെ അബൂബക്കർ റളിയല്ലാഹു ആ അടിച്ച വടി അയാൾക്ക് കൊടുത്തു, ആറാബിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇന്നെ അടിക്കാൻ പറഞ്ഞു, തിരിച്ച് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉമർ തടഞ്ഞ്, ഉമർ പറഞ്ഞ് അത് പാടില്ല ചെയ്യണം. കാരണം എന്താ, അയാളെ അടിച്ചത് ന്യായമാണ്, പറഞ്ഞത് കൂട്ടാക്കാതെ മറ്റുള്ള ആളുകളെ മുഴുവൻ വിഗണിച്ചിട്ടാണ് അയാൾ ഇങ്ങോട്ട് തള്ളി കയറിയത്, അതുകൊണ്ട് അടിച്ചത് ന്യായമാണ്. ഈ ഒരു ബോധത്താൽ തിരിച്ചടിക്കാൻ അബൂബക്കർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിനിയാണ്. പിന്നെ അതൊരു സുന്നത്തായി മാറും, മനസ്സിലായി? അതൊരു സുന്നത്തായി മാറും. കാരണം എന്താ, ന്യായത്തിന് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ, പണ്ട് അബൂബക്കർ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ അടിക്കണം എന്ന് പിൽക്കാലത്ത് ആളുകൾ പറയും. അതുകൊണ്ട് ഉമർ അത് തടഞ്ഞ് ആറാബിനോട് പോകാൻ പറഞ്ഞ് ആറാബിക്ക് കൊടുക്കേണ്ട ഒട്ടകം കൊടുത്തിട്ട് വിടാൻ പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ ആറാബിക്ക് ഒട്ടകം കിട്ടിയപ്പോൾ 20 അടി അടിച്ചാലും കുഴപ്പമുണ്ടായില്ല എന്നുള്ളിടത്താണ് ആറാബി മുപ്പരതിനാണ് കയറിയത്. യഗ്ഫിറുല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് പുറത്ത് തരട്ടെ എന്നിട്ട് മുപ്പര് എന്ത് ചെയ്തു, മുപ്പര് കിട്ടിയ ഒട്ടകമായിട്ട് മുപ്പരന്ന് മിന്നിന്നാണ്. ഏതായാലും ഈ ഒരു വികാരം ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ആ ഒരു ബോധം ഉണ്ടല്ല, ആ ദിവസത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ദൈർഘ്യം, അതേപോലെ തന്നെ ആ ദിവസത്തിൽ പിന്നെ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ. എങ്ങനെയാണ് നിൽക്കുന്നത്? മനുഷ്യൻ നിസ്സഹായനാണ്, മനുഷ്യന് ഒന്നുമില്ല, ഉടുമുണ്ട് പോലുമില്ല, പിന്നെ ഒരു ചില്ലി കയ്യിലില്ലാത്ത വിധം മനുഷ്യർ നിസ്സഹായനായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഭീകര ദിനം, അതിനെ ഓർക്കുമ്പോൾ ഇവിടെ ഈ ദുനിയാവ് സന്തുലിതാകും. മനുഷ്യന്മാർക്ക് ഈ ദുനിയാവിലെ പെരുമാറ്റങ്ങൾ, അതിലെ ഇടപാടുകൾ, അതിലെ പിന്നെ വർത്തനങ്ങൾ, ഇതൊക്കെ എന്താവും, മനുഷ്യന്മാരുടേത് നിയന്ത്രണ വിധേയമാകും, സന്തുലിതമാകും എന്നുള്ള